ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റോടു കൂടി നമുക്ക് മീൻ മുളകിട്ട് വെക്കുന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത രുചിയാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുളക് കറി വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മീൻ കോക്കോല മത്തിയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ കോക്കോല മത്തി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അതിന് ചട്ടി ചൂടായപ്പോൾ കുറച്ച് എണ്ണ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാനൊരു തക്കാളി അതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ തക്കാളിയുടെ കൂടെ ഞാനൊരു 2-3 അല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ മസാലപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് അതും എല്ലാം കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ഈ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇതിലേക്ക് കുടംപുളിയും ഇട്ട് ഉപ്പും ഇട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ചൊരു പച്ചമുളകും നമ്മൾ അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. 4 കാന്താരി മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന മീൻ അതിലേക്ക് പറക്കിയിട്ട് കൊടുക്കാം. മീനെല്ലാം നമ്മൾ പറക്കിയിട്ട് കൊടുത്ത് കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കുറുക്കിയെടുത്തിട്ട് വരാം. മീനെല്ലാം വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ചാറ് വറ്റിച്ചെടുത്തിട്ടില്ല. അതിലേക്ക് പിന്നീട് നമ്മൾ ചേർക്കുന്നത് 5-6 കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ചൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ആവി കയറ്റിയെടുക്കാം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ പ്ലീസ്.